ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡിയോൺസ് വേൾഡ് 29. ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ഗെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആകുന്നതാണ് നമ്മുടെ ചലഞ്ച്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അങ്ങനെയുള്ള എല്ലാം ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ഗൈസ്, ഡേ 1. ഗൈസ്, നമ്മൾ ഗ്രാനി അമ്മച്ചിയുടെ വീട്ടിൽ എണിച്ചിട്ടുണ്ട്. ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു ഗൈസ് ഗ്രാനി അമ്മച്ചിയുടെ വീട്. നോക്കി ഗൈസ്, അയ്യോ ഇത് ഒരു റൂം നോക്കി നല്ല വലിപ്പമുണ്ട് ഗൈസ്. ഇവിടുന്ന് അങ്ങനെ എസ്കേപ്പ് പോകുന്ന ആൾക്കറിയാം. നമ്മളൊന്നും കളിച്ച് നോക്കിയിട്ടില്ല. നമുക്ക് പ്രാക്ടീസ് മോഡ് കേട്ട് കളിക്കാമായിരുന്നു, പക്ഷെ ഞാൻ കളിച്ച് നോക്കിയില്ല. ഇതിൻ്റെ അകത്ത് എന്തോ നോക്കട്ടെ, ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. എന്തോ ഈ വീട് കിട്ടുവായിരുന്നു. ഇതല്ലേ നമ്മളും പരീക്ഷിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തിനാണ് എഴുതി വെച്ചേക്കുന്നത്? നമ്മളിതായിട്ടും ഗ്രാനി അമ്മച്ചിയെ കണ്ടിട്ടില്ല. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഇതിവിടെ ഇട്ട് താഴെ ഇട്ട് കഴിയുമ്പോൾ ശബ്ദം കേൾക്കുന്ന ടിപ്പി പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ താഴെ ഇട്ടിട്ട് ആ കട്ടിലിൻ്റെ അടിയിൽ കയറി വിളിച്ചിരിക്കുക. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ അവർ വരുമോ ഇല്ലയോ എന്ന്. വേണ്ട ഗ്രാനി അമ്മച്ചി, എൻ്റെ മോനെ അവരുടെ കയ്യിലൊരു എന്തോ ഒരു ബാറ്റൊക്കെ പിടിച്ചിരിപ്പുണ്ട്. നമ്മളിപ്പോൾ അവരുടെ വായിലോട്ട് കയറി ചെന്ന് കൊടുക്കാനേ അവർ ആ ബാറ്റ് വെച്ച് നമ്മുടെ തലമണ്ടയ്ക്ക് അടിച്ച് നമ്മുടെ 5 ദിവസം ഇപ്പോൾ പോയാനെ. 5 ദിവസം പോകത്തില്ല, 2 ദിവസം പോയാനെ. അവർ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ പുറകെ പോകണ്ട, നമുക്കാണെങ്കിൽ അവരുടെ സൈഡിൽ കൂടെ അവർ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് വഴിയിൽ കൂടെ നമുക്ക് പോകാം ഗൈസ്. ഞാൻ എണ്ണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആ ഓപ്പോസിറ്റ് വഴിയിൽ കൂടെ പോകാം. അവരങ്ങോട്ടാണ് പോയത്, ആവട്ടല്ലേ? വേണ്ട ഗൈസ്, അവർ പോയി. നമുക്ക് വേണ്ട ഇതുവഴി പോകാം. ഇവിടെ ഒരു ഡോറ് തുറന്ന് കിടപ്പുണ്ടല്ലോ, ഇതുവഴി പോയി നോക്കട്ടെ. ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല ഗൈസ്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും അറിയത്തില്ല ഗൈസ്. ആകെ കൂടെ അറിയാവുന്ന ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പാണ്, അത് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇനി ഇവിടെയൊക്കെ തപ്പി നോക്കട്ടെ. ഇവിടെ എന്തോ ഉള്ളത്? ഇവിടെ ഒന്നും ഒന്നുമില്ല. എന്ത് ചെയ്യാനോ, ഒന്നും ഒരു കുന്തവും ഇല്ല. എൻ്റെ മോനെ ഇവിടെയൊക്കെ എന്തൊക്കെയോ വെച്ച് അടച്ചൊക്കെ വെച്ചേക്കുന്നത്. ഇതൊക്കെ നമ്മളും തുറക്കണം. എൻ്റെ ഗൈസ് മുട്ടങ്ങട്ട സീനം തോന്നുന്നു കേട്ടോ. ഈ അമ്മച്ചിക്ക് എന്തിനാ സുഖയുടെ വയസ്സാം കാലത്ത് അവിടെ വല്ല അടങ്ങിയിരുന്നാൽ പോരെ, വെറുതെ മനുഷ്യന്മാർക്കിട്ട് പണി തരാൻ വേണ്ടി തുറക്കണം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഉള്ള ഒന്നുമില്ല. ഗുഡ്. ഇതിൻ്റെ അകത്തോ വെപ്പൺ കീ ഗൈസ് ഇവിടെ എവിടെയോ കണ്ട് വെപ്പൺ ഉണ്ട് ഗൈസ്. നമുക്കത് കണ്ടുപിടിക്കണം ഫസ്റ്റ്. അയ്യോ ഗൈസ്, നമ്മൾ അവരുടെ വായിലോട്ട് കയറി കൊടുത്തു. എന്നാ പണിയാ ഗൈസ്, ഒരു ലൈഫ് നമ്മുടെ പോയി ഗൈസ്. ഡേ 2 ഗൈസ്, 2ാം ദിവസമായിട്ടുണ്ട് ഗൈസ്. നമ്മൾ എന്ത് ചെയ്യാനാ? ആ ഒരു വെപ്പൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എവിടെ വെപ്പണെന്ന് കണ്ടുപിടിക്കണം ഫസ്റ്റ് ഗൈസ്. നമുക്ക് അവരെ ഒന്നുകൂടെ മാടി വിളിക്കാം, അല്ലെങ്കിൽ അവർ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവരുടെ അതിൻ്റെ അടുത്തായിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടാകും നമുക്ക് വേണ്ടി. അവരിങ്ങോട്ട് വരട്ടെ എന്തായാലും. നമുക്ക് വന്നിട്ട് മെല്ലി പോകാം. നമ്മൾ പെതുക്കെ കളിക്കുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഡെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. 5 ദിവസമേ ഉള്ളൂ. നമുക്ക് ആ വെപ്പൺ എടുത്ത് വെപ്പൺ കണ്ടുപിടിക്കണം. അതെനിക്ക് എവിടെയാണെന്നും അറിയത്തില്ല ഗൈസ്. പിന്നെ നമ്മൾ എവിടെയായിട്ടൊരു റൂം തുറക്കാനുണ്ട്. പിന്നെ എന്തുവാ ഗൈസ്, നമുക്ക് താഴോട്ടൊക്കെ പോകാനുണ്ട്, ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഗൈസ്. ഇവരെ അടിച്ചിട്ടൊരു താഴോട്ട് പോകുമായിരുന്നു ഗൈസ്, സമാധാനം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ആ വെപ്പൺ കീ താഴെ വല്ലതായിരിക്കും ഗൈസ്. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയും. അവർ പോയി ഗൈസ്, അവർ പോയി. ഈ സമയം കൊണ്ട് നമുക്ക് നേരെ ഇറങ്ങിയാലോ? വരുമോ? ഇല്ല ഗൈസ്, നേരെ ഇറങ്ങിപ്പോയി നോക്കാം. ഇതൊരു കുഞ്ഞിങ്ങോട്ട് കയറി കാണാനില്ല. എൻ്റെ മോനെ ഗൈസ്, നമ്മളെ പിടിച്ചോ ഗൈസ്? അവർ വേണ്ട അതിൻ്റെ അറ്റത്തുണ്ടായിരുന്നു ഗൈസ്, നമ്മൾ കണ്ടില്ല അവർ വേഗം. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് കൊടുത്താൽ അവരുടെ കുനിഞ്ഞിരുന്നുകൊണ്ട് അവർക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു ഗൈസ്. അറിയത്തില്ല ഗൈസ് എന്ത് ചെയ്യണമെന്ന്. നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം. എണ്ണിച്ചാലോ? അവർ പോയി കാണും അല്ലേ? നോക്കട്ടെ. അവരെ കാണാനില്ല ഗൈസ്. വേഗം നമുക്ക് ഇന്ന് ആ വെപ്പൺ കീ എടുത്ത് എവിടെ വെപ്പണെന്ന് കണ്ടുപിടിക്കണം ഗൈസ്. വേഗം ഗൈസ്, ഇതിൻ്റെ അകത്താണ് വേഗം ഓടാനുള്ളൊരു സിസ്റ്റം ഇല്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇതിൻ്റെ അകത്ത് വേഗം ഓടാൻ കഴിയത്തില്ല. അവിടെ നമ്മുടെ വെപ്പൺ കീ അവിടെ കിടപ്പുണ്ട്. ഞാൻ വരുന്നുണ്ടോ ഗൈസ്? ഇല്ല. നമുക്കിത് ഡോർ അടച്ചിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോവാം. വേഗം വേഗം വെപ്പൺ കീ എടുത്തു. വേഗം പൊക്കോ. എന്നിട്ട് ഇവിടുത്തെ ഡോർ തുറന്നു ഗൈസ്. ഇത് കാർഡ്ബോർഡ് എന്തോ ഇതും കൊണ്ടായിരുന്നു ഗൈസ്. അതാ ഗ്രാനിയാന്ന് തോന്നുന്നു തള്ളിയിട്ട്. നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം ഗൈസ്. ഇവിടെ എന്തോ പെട്ടിയുണ്ടല്ലോ. വേഗം നോക്ക്. ഒന്നും കാണാനില്ല ഗൈസ്. അതിൻ്റെ അകത്തൊന്നുമില്ല ഗൈസ്. അതുകൊണ്ട് അവിടെ എന്തോ ഒരു കാർഡ്ബോർഡ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇതൊന്നും തുറക്കാൻ കഴിയാത്ത. പക്ഷേ ഗൈസ് തുറക്കുന്നില്ല. അവിടെ ഗായ്സ്, ഇതായിരുന്നു ഗൈസ് വെപ്പൺ
ബലം വെച്ച് തുറക്കണ്ട കാര്യം. ഇനി അവരിങ്ങോട്ട് വരട്ടെ ഗൈസ്. ഇപ്പം എന്തായാലും ആ കീ വീടുന്ന ശബ്ദം കേട്ടവർ വരും. വാ അമ്മച്ചി, അമ്മച്ചിക്ക് പരിപ്പോടയും ചായയും തരാം. പിടിച്ചു. പരിപ്പോടയും ചായ, പൊറോട്ടയും ചായ എല്ലാം കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇതെന്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കി. ആ കിട്ടി. നമുക്കിനി നേരെ ഒന്ന് താഴോട്ട് ചെയ്യുന്ന തപ്പ. ഇവിടെ എന്തൊക്കെയാണുള്ളത്? ഇവിടെ ഫുള്ള് എന്നാ വലിയ വീടാ ഗൈസ്. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ? മുട്ടക്കട്ട സീനാണല്ലോ ഇത്. ഇതുമില്ല നമുക്ക് എടുക്കാം ഗൈസ്. അവിടെ എന്തോ മിന്നുന്നുണ്ടല്ലോ, നമുക്ക് എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഇത് വേറെ എന്തോ കളിയുണ്ട് ഗൈസ്. അവിടുന്ന് വേറെ എന്തോ കളിയുണ്ട്. ഓ ഗൈസ് സ്റ്റക്കായി. ഗൈസ് തേണ്ട അവിടെ ഒരു ഇൻവിസിബിൾ ഡോറല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഡോറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ എന്തോ ഇരിക്കുന്നത്? രണ്ടെന്ന് പറഞ്ഞൊരു നമ്പറൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. എന്തോ ഗൈസ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഏത് സ്ഥലം? ഇത്രയും വലിയ മുട്ടങ്ങോട്ട സ്ഥലത്താണ് നമ്മൾ കളിക്കാൻ. ഗ്യാസുലിൻ ക്യാൻ. നമുക്ക് സെക്കൻഡായിട്ടൊരു ഗ്യാസുലിൻ ക്യാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതെന്തോ ഗൈസ് ഇവിടെ സാധനം? എന്തോ ഒരു കാക്കയോ ഗൈസ്. കാക്കയൊക്കെ അവർ കൂടി ഗൈസ്. ആ കാക്ക നമ്മൾ കടിച്ചവിടെ അതെന്തോ ഒരു കീയാ ഗൈസ്. ആ കീ എടുക്കാതിരിക്കാൻ വേണ്ടി അവർ ആ കാക്കയെ അവിടെ കൊണ്ട് വെച്ചിട്ട് താഴോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ. ഇവിടെ എന്താ ഇവിടെയൊക്കെ ഉള്ളത്? കാണാനില്ലല്ലോ ഇവിടെ ഒന്നും. എന്താ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഇത് തുറക്കാത്ത ഇവിടെ എന്തോ നമ്മൾ കടയുണ്ട് ഗൈസ്. അപ്പുറത്തൊന്നും കണ്ട് പൂട്ടിയിട്ടേക്കുക. ഇതെന്തോ? ഓ ഗൈസ് ആ റൂമിൻ്റെ അകത്ത് എന്തോ ഉണ്ട് ഗൈസ്. നോക്കട്ടെ. ഓ കറക്റ്റ് ആകുന്നില്ല മൗസ്. ഷേ ആ കറക്റ്റ് അതൊന്നും വിചാരിച്ചിരിക്കുന്നത് ഗൈസ്. അവിടെ നമുക്ക് ഇത് വെച്ച് അടിക്കണം തോന്നുന്നു ഗൈസ്. നമ്മളത് വെച്ചടിച്ച് വേണ്ട ഗൈസ്. തുറന്നു. നമ്മൾ ചുമ്മാ ഒന്ന് അടിച്ചോളൂ. കോകുവീൽ ഗൈസ്. നമുക്ക് കോകുവീൽ കിട്ടി ഗൈസ്. അതെന്തിനാ അറിയത്തില്ല. കോകുവീൽ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടി നമുക്ക്. അത് നമുക്ക് എന്തോന്ന് നോക്കണം. എല്ലാം ഓർത്ത് വെക്കാനോ കുറച്ച് പാടാ ഗൈസ്. നമുക്ക് മണ്ടയ്ക്ക് ഗ്യാസിലും കിട്ടി. ഇവിടെ ആയിട്ടൊരു കോകുവീൽ കിട്ടി ഗൈസ്. ഇപ്പം എന്തായാലും അമ്മച്ചി ഉണർന്നു കാണും. അവിടെ ഫ്രീസ് ട്രാപ്പ് എന്തോ ട്രാപ്പാന്ന് തോന്നുന്നു ഗൈസ്. നമുക്കിത് വെച്ച് അമ്മച്ചിയെ ട്രാപ്പ് ചെയ്യാൻ കഴിയുമോ? കഴിയത്തില്ലായിരിക്കും ഗൈസ്. ഇത് വേറെ എന്തിനെങ്കിലും വേണ്ടിയായിരിക്കും. ഈ കാക്കയെ വല്ലതെന്ന് വെച്ച് ട്രാപ്പ് ചെയ്യണം. അതിനൊന്നും ആയിരിക്കില്ല ഗൈസ്. അയ്യോ ഗൈസ് നമ്മളത് താഴെ ഇട്ട്. ഷേ ഒരു ശബ്ദം കേട്ട് വരും. നമുക്കതിന് മുമ്പേ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഗൈസ്. ഇതെന്ത് ഇതിൻ്റെ ഉപയോഗം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് ഇവിടെ നമുക്ക് സെറ്റാക്കിയാലോ? ഒരു കാണുന്നില്ല ഗൈസ്. നമുക്കിത് ഇവിടെ ആയിട്ട് സെറ്റാക്കാം ഗൈസ്. ഇവിടെ ആയിട്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം ഗൈസ്. നമ്മൾ ഫ്രീസായി. അയ്യോ അടിക്കാൻ പറ്റില്ല. അടിക്കില്ല അമ്മച്ചി അടിക്കില്ല ഗൈസ്. നമ്മൾ ചത്തു ഗൈസ്. ഗൈസ് നമ്മളവിടെ ഫ്രീസായി ഗൈസ്. ചത്തത് ഗൈസ്. നമുക്കിന്ന് ജയിക്കാൻ എന്തായാലും കഴിയത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇതുവരെയായിട്ട് നമ്മൾ ആകെ കൂടെ 3 നല്ല സാധനം കണ്ടേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഷടാ എന്നാ കഷ്ടമാണ് ഗൈസ്. ഇത് നമ്മുടെ താഴെയായിട്ട് വെപ്പം കിടപ്പുണ്ട്. വേഗം അതി എന്നെടുത്ത് നമുക്ക് നോക്കണം. ഒന്നുകൂടെ അമ്മച്ചിയും കൊണ്ട് മാടി വിളിച്ചാലോ? എന്നിട്ട് പോകാം ഗൈസ്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ താഴെ വഴി. ഓക്കെ വിളിച്ചിരുന്നു. ഇപ്പം അവരിങ്ങോട്ട് വരും. എന്നാലും നമ്മളത് താഴെ ഇട്ടിട്ട് കുറച്ച് നീങ്ങി നിൽക്കണമായിരുന്നു. നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവരുന്നു. അപ്പം എനിക്കത് മനസ്സിലായത് അങ്ങനെ വർക്കാകുന്നത്. ചവിട്ടുമ്പം ചിലപ്പോൾ ഗ്രാനിയും ഫ്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. വേണ്ട വന്നു വരുമോ നോക്കിക്കുക ഗൈസ്. അമ്മച്ചാണേലും ഭയങ്കര സീനാണ് ഗൈസ്. നമ്മളെ അടിച്ച് തലക്കിട്ട് ബോധം കെടുത്തി കളയും. എന്നാ സീനാ ഗൈസ്. ഇവർ നമുക്കിട്ട് പണി തരൂലോ ഗൈസ്. എന്ത് ചെയ്യുന്ന ഗൈസ്? നമ്മൾ ഇതിനകത്ത് എസ്കേപ്പ് ചെയ്യാൻ മുട്ടം കാട്ട സീനാ. ഇവരെ അടിച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 മിനിറ്റ് അത് ഒത്തിരി കുറവാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇതുവഴി നേരത്തെ പോയതുപോലെ പമ്മി എങ്ങനെയെങ്കിലും അതിൻ്റെ വെള്ളി വരെ എത്തണം ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ട് നമ്മൾ അതിൻ്റെ വെള്ളി വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വെപ്പൺ എടുക്കാം. അവർക്കിട്ട് നല്ല താങ്ങ് കൊടുക്കാം ഗൈസ്. നമ്മളപ്പോൾ ആ വെപ്പൺ എടുക്കാൻ വേണ്ടി പോകാം ഗൈസ്. അമ്മച്ചി അങ്ങോട്ട് തന്നെ കയറി പോയിട്ടുണ്ട്. ഇതുവഴി എന്തായാലും ആ വെപ്പൺ എടുക്കാൻ കഴിയുമെന്ന് നമുക്കറിയത്തില്ല ഗൈസ്. നമ്മൾ എന്തായാലും കിട്ടിയ അവസരം മുതലാക്കി താഴോട്ട് വിടുക. എന്തോ എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ഓട്
ഇങ്ങോട്ട് വന്ന് വിട്ടു ഗൈസ്. ഇത് അവസരം എന്തോ ഇതിൻ്റെ അകത്ത് അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതെന്തോ വെൻ്റാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. ഇവിടെ അമ്മച്ചി കയറി വരുമോ ഗൈസ്? ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് നേരെ പോവാം. എന്തോ ഇവിടെ എന്തോ ഒരു വലിയ ഇതിനകത്തൊക്കെ നമ്മൾ വന്ന് വിട്ട്. ഇതെന്തോ ഇതുകൊണ്ടൊരു ഉപകാരമില്ല. എന്തോ ലെറ്ററാണ് ഗൈസ്. ഗൈസ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മുൻപ് ആരെയും പിടിച്ചോണ്ട് വന്ന് അവരെഴുതുന്ന ലെറ്ററാണ് ഗൈസ്. ഗൈസ് നമ്മൾ ആ ലെറ്ററൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതുവഴി അങ്ങോട്ട് പോയി നോക്കാം. ഇതെന്തുവാ? ഇവിടെ ഒരു പെട്ടി വെച്ചുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെ അവരിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി. അതൊന്നും കുഴപ്പമില്ല. നമുക്കതൊക്കെ തട്ടി തെറിപ്പിച്ച് വരാം. ശബ്ദം കേട്ട് മിക്കവാറും അവരിങ്ങോട്ട് വരും. അവർ മിക്കവാറും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. വെന്റിൻ്റെ അകത്തൂടെ കയറാനുള്ള വഴി ഇല്ല. അവർ ചിലപ്പോൾ നമ്മളെ പിടിക്കാനും സാധ്യതയുണ്ട് ഗൈസ്. നമുക്ക് പറയാൻ കഴിയത്തില്ല ഗൈസ് നമ്മളെ അവർ പിടിക്കുമല്ലോ. ഗൈസ് വേണ്ട ഗൈസ് അമ്മച്ചി കയറിയതെന്ന് അറിയാൻ വേണ്ടി ഗൈസ് നമ്മളിതൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഗൈസ് അത് റെഡി ആയത് നമ്മൾ വേണ്ട അങ്ങോട്ട് നോക്കുക ഗൈസ്. അമ്മച്ചി ഇവിടെ വന്നിട്ട് പോയി. പക്ഷേ ഇതിൻ്റെ അകത്തോടൊന്നും കയറത്തില്ല കേട്ടോ. അമ്മച്ചിക്ക് അതിനുള്ള എബിലിറ്റി ഇല്ലെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് ഇവരെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പുറത്തായിട്ട് നമ്മൾ ഇതൊക്കെ കിണറും പട്ടിക്കൂടും ഒക്കെ കണ്ടായിരുന്നു ഗൈസ്. ഇതിനകത്തിന് പട്ടി ഉണ്ടോയെന്ന് അറിയത്തില്ല. നമ്മളെ കടിക്കുമെന്നും അറിയത്തില്ല. അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഗൈസ്. ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്തൊരു പട്ടിക്കൂട് പോലത്തെ എന്തൊരു സെറ്റപ്പ് ഉണ്ട് അവിടെ. അത് നമുക്കൊന്ന് നോക്കണം. അത് എങ്ങനെയാണ് വർക്കാകുന്നു, അതിൻ്റെ അവിടുത്തെ കളികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കണം. ഇവിടെ ഒന്നും ഒരു ഒന്നുമില്ല. ഫസ്റ്റ് തന്നെ കിണറാണ് കാണുന്നത്. കിണറിൻ്റെ അകത്തൊന്നും ഒന്നുമില്ലെന്ന് തോന്നുന്നു. അവിടെ എന്തോ ഇവിടെ അവിടെ ഹൈഡ് ചെയ്യാനുള്ള സ്പോട്ട് ഗൈസ്. അത് ഇതെന്തുവാ? ഇത് നമുക്ക് ഓപ്പൺ ആക്കണം. എന്തോ വെൻ്റെ ഇങ്ങോട്ട് നമ്മൾ വന്ന് വിട്ടേ ഗൈസ്. ഇത് നമ്മളെ മറ്റേ സ്ഥലമല്ലേ, നമ്മൾ മറ്റേ ഡോറൊക്കെ തുറന്നേ? അതെ അത് തന്നെ, ആ സ്ഥലം തന്നെ. പൂപ്പല് പോലെ ഇരിക്കുന്നുണ്ടല്ലേ, ആ സ്ഥലം തന്നെ. അതെ ഗൈസ് അത് തന്നെ. കണ്ടോ ആ ഡോറല്ലേ നമ്മൾ തുറന്ന്, ഈ ഡോറ്. അതെ. അപ്പം നമുക്ക് അതുവഴി ഇങ്ങോട്ട് വരാവുന്നൊരു വഴി നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മിക്കവാറും ഇവിടെ ഗ്രാനി വരാനുള്ള സാധ്യത ഗൈസ്. നമ്മൾ കഴിഞ്ഞ വട്ടം ഇതിൻ്റെ അകത്ത് കെട്ടിയ ട്രാപ്പായി പോയെ. ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും ഗ്രാനി കൊടുക്കും ഗൈസ്. നോക്കിയോ നിങ്ങൾ എൻ്റെ കഴിവ് നിങ്ങൾ നോക്കിക്കോ. അയ്യോ ഗൈസ് ഗൈസ് നമ്മൾ എന്ത് ഗൈസ് നമ്മളതിൻ്റെ അകത്ത് പിന്നെയും പെട്ടുപോയി. അയ്യോ ഗ്രാനി വരല്ലേ. അമ്മച്ചി ക്ഷമിക്കണം. അമ്മച്ചി ഫ്രീസാക്കാനല്ല ഞാനിത് വെച്ചേ. അയ്യോ എന്താ ക്രോസ് ബോ എടുക്ക്, വേഗം എടുക്ക്. കോപ്പ് ക്രോസ് ബോ എടുക്കാൻ കഴിയില്ല. വാ 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 ഓടി വാ ഓടി വാ അമ്മച്ചി ഓടി വാ. അമ്മച്ചിക്കുള്ള പരിപ്പോടയും ചായയും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പരിപ്പോടയല്ല, സമോസയും ചായയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ. വേഗം ഓടി വേഗം ഓടി വാ. ഷേ ഒരു വരുന്നില്ല ഗൈസ് ഇതിൻ്റെ അകത്ത്. വേണ്ട ഗൈസ് വേണ്ട ഗൈസ് വേണ്ട ഗൈസ്. അയ്യോ നമ്മളെന്തിനാ ഇങ്ങോട്ട് ഓടി? നമ്മുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു. ഷേടാ എന്തായാലും ഇനി അവർ നമ്മളെ പിടിക്കും. അവരിങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടി വെച്ചാൽ അവരിങ്ങോട്ട് വരത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. വരുന്നില്ല കേട്ടോ. നമുക്ക് അവരെ ഐസ് ട്രാപ്പ് വെച്ച് തന്നെ ട്രാപ്പ് ചെയ്ത് നോക്കണം ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് എണ്ണിച്ചൊന്ന് പോയി അങ്ങോട്ട് നോക്കട്ടെ. അവരിങ്ങോട്ട് വരത്തില്ല ഗൈസ്. ഓക്കെ അപ്പോൾ ഇത് നല്ലൊരു ഹൈഡിങ് സ്പോട്ടായിരിക്കും. ഇത്രയും ഭാഗത്ത് ഇവിടെ എന്തോ വെള്ളം പോലെ കിടപ്പുണ്ട്. അതുകൊണ്ട് അവരിങ്ങോട്ട് വരാത്തേന്ന് തോന്നുന്നു. മണ്ടയ്ക്ക് അവരെ ആരെയും കാണാനൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിവിടെ ഒരു ഗ്യാസിന് ഇരിപ്പുണ്ട്. അത് എന്തിനാണെന്ന് അറിയത്തില്ല. അത് നമുക്ക് എടുക്കണം. പിന്നെ എവിടെ പോയി ഗൈസ് അവർ? നമുക്ക് എന്തായാലും അവർ പോട്ടെ. നമുക്ക് ഈ ഫേസ് ട്രാപ്പ് വെച്ചാൽ അവരെ എങ്ങനെയാലും ഒന്ന് അകപ്പെടുത്തണം. നമ്മൾ ഇത് പരീക്ഷിച്ച് നോക്കി. എന്തോ ക്രോസ് ബോ വെച്ച് പരീക്ഷിച്ച് നോക്കി. നമുക്കിനി ഫ്രീസ് ട്രാപ്പ് വെച്ചും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതിനകത്ത് വേറെ എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. എന്തൊക്കെയോ വെപ്പണുള്ളതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നമ്മളിപ്പോൾ 2 വെപ്പം കണ്ടിട്ടുണ്ട്. നമ്മൾ 2 വെപ്പം കണ്ടിട്ട് നമുക്ക് ഇത് ഇവിടെ ഇട്ടിട്ട് പോകാം. കാരണം അല്ലെങ്കിൽ അവർ ശബ്ദം കേട്ട് വേഗം അങ്ങോട്ട് വരും. കാരണം നമ്മൾ വേഗം ഞാനിതൊന്ന് എങ്ങനെ വെക്കുന്നതെന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അവിടെ ഇട്ടിട്ട് ചിലപ്പോൾ നമ്മൾ ഫ്രീസായി പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലല്ലോ. അവർ നമ്മളെ നടിക്കും. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കുകയാണ് ഗൈസ്. നമ്മൾ ഓക്കെ ഡ്രോപ്പ് ഗൈസ്. ഗൈസ് നമുക്കൊന്നും പറ്റിയില്ല. എവിടെ ഇത് പോയോ ഗൈസ്? അവരെ കാണാമല്ലോ ഗൈസ്. അമ്മച്ചി വരുന്നില്ല കേട്ടോ. നമുക്ക് വെപ്പണും ഇതും എടുത്തുകൊണ്ട് വന്നാലോ ഗൈസ്? നമുക്ക് പറ്റി എന്തായാലും ഒരു സൗണ്ട് കേട്ട് വരും. കാരണം എന്തായാലും അതിൻ്റെ അകത്ത് കുറച്ച് സൗണ്ട് കേട്ടിട്ടുണ്ട്. ഗൈസ് അവിടെ സംഭവിച്ചേ ഗൈസ്. ഗ്രാനി കോൾ ഫോർ 2 മിനിറ്റ്സ് ഗൈസ്. അവർ ചത്ത് തേണ്ട ഗൈസ്.
ഇവിടെ അവരുടെ തലയും ഇതെന്തോ ഒരു ഫ്രീസായവർ ഒടിഞ്ഞു പോയി. യെസ്, ഗ്രാനി അമ്മച്ചി ഇനി 2 മിനിറ്റത്തേക്ക് വരത്തില്ല. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മൾ മണ്ടക്കോട്ട് ആ താഴോട്ടൊന്നും കൂടുതൽ പോയിട്ടില്ല. അങ്ങോട്ട് പോകാം. നമുക്ക് ഇവിടെ നിന്നൊന്നും ഇല്ലല്ലോ. ഇവിടെ നിന്നൊന്നുമില്ല. നമുക്ക് നേരെ മണ്ടക്കോട്ട് പോയിട്ട് അവിടെ നോക്കാം. അവിടെ നമ്മൾ വലുതായിട്ട് സെർച്ച് ചെയ്തിട്ടില്ല. അവിടെ എന്തൊക്കെ ഇരിപ്പുണ്ട്? പീസ് ഓഫ് പെയിൻറ്റിങ്ങോ എന്തൊക്കെ ഇരിപ്പുണ്ട്? എന്തുവാ? അവിടെ ഒന്നുമില്ല. പക്ഷെ നമുക്ക് നേരെ പോയിട്ട് നേരെ നമ്മൾ താഴെ നോക്കിയിട്ട് ഇവിടെ നോക്കിയതാണോ? ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെയൊക്കെ നോക്കിയിട്ട് പോയേക്കാം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. നമുക്ക് ഇതുവരെയായിട്ട് 5-6 സാധനം. എന്നിട്ട് ഇതിൻ്റെ മണ്ടക്ക് എന്തോ ഉണ്ട്. ഗൈസ്, ഇതിൻ്റെ മണ്ട എന്തോ ഉണ്ട്. അത് നമുക്ക് നോക്കണം. അതിന് മുന്നേ ഞാൻ ഇവിടെയൊക്കെ നോക്കട്ടെ. ചെയിൻ കട്ടർ കിട്ടി. ചെയിൻ കട്ടർ ഗൈസ്, ചെയിൻ കട്ടർ വെച്ച് നമ്മളെന്തോ കട്ട് ചെയ്തു. വിഷയം. ഇത് ചെയിൻ കട്ടർ വെച്ച് കട്ട് ചെയ്തേ ഗൈസാണെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മൾ അത് ചെയിൻ കട്ടർ വെച്ച് ഇവിടെ ഒത്തിരി കാലം കട്ട് ചെയ്യാനുണ്ടായിരുന്നു ഗൈസ്. അത് നമ്മൾ കട്ട് ചെയ്ത് ചെയിൻ കട്ടർ വെച്ച് ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്ന് നോക്കണം. ഇഷ്ടം പോലെ കബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തേലും അമ്മച്ചിക്ക് ഇവിടെയൊക്കെ എന്തെങ്കിലും വെച്ച് നടത്തിവിടായിരുന്നു ഗൈസ്. അതാകുമ്പോൾ നമുക്ക് വേഗം അമ്മച്ചി ഇവിടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് എസ്കേപ്പ് ആകായിരുന്നു. നമുക്ക് നേരെ എന്തെങ്കിലും തപ്പണം. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ സാധനമുണ്ട്. ഇവിടെ എന്തുകൊള്ളാൻ നോക്കട്ടെ. ഇവിടെ നമ്മൾ തപ്പിതാണ്. നമ്മളിങ്ങോട്ട് താഴോട്ട് വന്നിട്ടേ ഇല്ലായിരുന്നു തോന്നുന്നുണ്ട് ഗൈസ്. ഒന്നും ഇല്ല. അവിടെ എന്തോ ഉണ്ടല്ലോ. വിഞ്ച് ഹാൻഡിൽ ഗൈസ്, എനിക്കറിയാം. നമ്മൾ നേരത്തെ ആ കിണറിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ പറഞ്ഞു വിഞ്ച് ഹാൻഡിൽ വേണമെന്ന് ഗൈസ്. ഇതാന്ന് തോന്നുന്നു ഗൈസ് വിഞ്ച് ഹാൻഡിൽ. അതെ ഗൈസ്, ഇത് തന്നെ വിഞ്ച് ഹാൻഡിൽ. ഇത് തന്നെ ആയിരിക്കും അവിടെ വേണ്ടത് ഗൈസ്. നോക്കിയോ നിങ്ങൾ? യെസ് ഗൈസ്, നമ്മൾ കറക്റ്റ് ആയിരുന്നു ഗൈസ് വിചാരിച്ചത്. ഇത് തന്നെ അവിടെ വേണ്ടത്. ഇനി നമുക്ക് ഇത് കറക്കുമ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കിട്ടും ഗൈസ്. വേഗം വാ. അമ്മച്ചി വരുന്നതിന് മുന്നേ വേഗം വാ. ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ ശ്രമിക്കും ഗൈസ്. ഈ തവണ അല്ല ഗൈസ്, നമ്മൾ ഫസ്റ്റ് തവണ തന്നെ എസ്കേപ്പ് ആകാൻ ശ്രമിക്കും. അതുകൊണ്ട് നമുക്ക് നോക്കാം. നമുക്ക് അത്യാവശ്യത്തിന് സാധനം കിട്ടുന്നുണ്ട്. നമ്മൾ കട്ടിംഗ് പ്ലെയർ വെച്ച് ഡോറ് എസ്കേപ്പ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒരു ഡോർ എസ്കേപ്പ് ഉണ്ട്. ഡോർ എസ്കേപ്പിന് വേണ്ടി ഉള്ള സാധനം കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, നമ്മുടെ ആക്കേൻ്റെ അടുത്തായിട്ട് ഒരു വുഡൻ പ്ലാങ്ക് എന്ത് ഇളക്കാനുണ്ട് ഗൈസ്. അതിന് ഈ ചുറ്റി കാണും ഗൈസ്. അത് നമുക്കിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നമ്മൾ ഇത്ര സ്ഥലത്തൊക്കെ പോയിട്ടുള്ളൂ. ഇനിയും നമുക്ക് മണ്ടക്കോട്ട് ഒരു ഡോറുണ്ട് ഗൈസ്. അവിടെ നമ്മൾക്ക് പോകണം. അങ്ങനെ കുറച്ച് സ്ഥലത്ത് പോകണം. അയ്യോ ഗൈസ്, ഇപ്പം എന്തായാലും അമ്മച്ചി കൊണ്ടുവരും. നമുക്ക് ആ സമയം കൊണ്ട് അപ്പുറത്ത് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. ഇപ്പം എന്തായാലും അത് ചുറ്റി വീണ ശബ്ദം കേട്ട് അവരെന്തായാലും കൊണ്ടുവരും. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഇതുവഴി ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒന്നും ഇല്ലല്ലോ ഗൈസ്. നമ്മൾ വെച്ചിട്ടൊന്നുമില്ല. ഇതെന്തോ അവിടെ എന്തോ എന്ന് എനിക്കറിയാം. നമ്മളെന്തായാലും ഇങ്ങോട്ട് പോയിട്ട് നമ്മുടെ വെപ്പൺ എടുക്കാം. വെപ്പൺ എടുത്തിട്ട് നമുക്ക് അവരെ ഒന്നുകൂടെ ഒന്ന് ഉറക്കിയിട്ട് പോകാം. നമ്മൾ തന്നെ ഇവിടെ തന്നെ കൊണ്ട് നമ്മൾ വെപ്പൺ ഇട്ട് നന്നായി ഗൈസ്. ഇപ്പം നമ്മൾ അവർ വെളിയിലോട്ട് ചെയ്തിട്ട് അവർക്ക് നല്ലൊരു പൂശ നമുക്ക് കാണാനില്ല ഗൈസ്. മിക്കവാറും അവർ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. നമുക്ക് അവിടെ ചെന്ന് പൂശണ്ടേ. ഇവിടെ വരുമ്പോൾ പൂശിയാൽ മതി ഗൈസ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫ്രീസ് ട്രാപ്പ് പരീക്ഷിക്കണം. ഇല്ല ഗൈസ്, വേണ്ടായിരുന്നു. ഫ്രീസ് ട്രാപ്പ് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസായി പോകാം. ഇനി ഇതിൻ്റെ ചവിട്ടി നമ്മൾ ഫ്രീസ് ആകത്തില്ലല്ലോ. ഇല്ല എന്തായാലും വരട്ടെ. അവരെന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് വരും. അല്ലല്ലോ അവരെ ചേട്ടാ. എന്നിട്ട് ശബ്ദം കേട്ടവർ ഇങ്ങോട്ട് വരണ്ടല്ലേ. അത് കള്ളക്കളി. വേഗം വാ. അമ്മച്ചിക്ക് പരിപ്പോടുന്ന ചായ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്ട്രോങ് ചായ വെച്ചേക്കണേ. ഒരു 2 മിനിറ്റത്തേക്ക് ബോധം കിടും. വേഗം വാ ഇങ്ങോട്ട്. ഈശ്വര, ഇവരെ കാണാനില്ല. നമുക്ക് അങ്ങോട്ട് ചെന്ന് പൂശിയാലോ. ഇതുവഴി വല്ലതും വരും. ഗൈസ്, നമുക്ക് ആ സമയം കൊണ്ട് ഇവിടെ എന്തോ ഉണ്ടാകും. നമുക്ക് എടുത്തിട്ട് പോകാം ഗൈസ്. നമുക്ക് ഇവിടെ ആയിട്ടാണെങ്കിൽ വെപ്പൺ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമുക്ക് ആ ഫ്രീസ് ട്രാപ്പ് ഒന്നുകൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം. തുറക്ക്. നമ്മൾ അടച്ചൊക്കെ പിടിച്ചേക്കണം. ഇതെന്താ ഗൈസ്? മുന്നോട്ട് പോകും. ഇതെന്തോ ഗൈസ്, നമ്മൾ വിളിച്ചടിച്ച് ഗൈസ്. അങ്ങോട്ട് പോകാൻ കഴിയില്ല. അയ്യോ ഗൈസ്, നമ്മൾ പെട്ട് ഗൈസ്. പക്ഷെ നമുക്ക് പോകാൻ കഴിയുന്നില്ല. ഇതെന്തോ ഗൈസ്, നമ്മൾ വിളിച്ചടിച്ചെന്ന് തോന്നുന്നു. എന്തൊക്കെയോ റൂട്ടൊക്കെ കാണാൻ കഴിയുന്നു അങ്ങോട്ട്. അയ്യോ ഗൈസ്, അമ്മച്ചി അനുഗ്രഹിക്കണം. അയ്യോ ഗൈസ്, അമ്മച്ചി വന്ന് നമ്മളെ അടിച്ച് നമ്മൾ വിചാരിച്ച് ഇങ്ങോട്ട് അമ്മച്ചി വരത്തില്ലായിരിക്കുമെന്ന്. ഗൈസ്, നമ്മളവിടെ എന്തോ ഗ്ലിച്ച് ഒട്ടിയിരുന്നു. നമ്മൾ എല്ലാ ലൈഫും പോയി ഗൈസ്. ഗൈസ്, ഇനിയുണ്ട് ഗൈസ്. ഒരു ലൈഫും കൂടെ ഉണ്ട് ഗൈസ്. ഒറ്റ ഒരു ലൈഫ് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം ഹതോഗതി. അയ്യോ ഗൈസ്, ഇവിടെയൊക്കെ ചോരയായി ഗൈസ്. അയ്യോ
ഗൈസ് എന്ത് ചെയ്യും ഗൈസ്? നമ്മൾ മിക്കവാറും തോക്കും ഗൈസ്. എനിക്ക് ഉറപ്പില്ല ജയിക്കുന്നത്. കാരണം ഞാൻ ഒരു സാധനം ഇതിലിട്ട് എസ്കേപ്പ് ആകാൻ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അത് തന്നെയാണ് ഏറ്റവും വലിയ തോന്നാൻ കാരണം. ഗൈസ് പിന്നെ നമുക്കറിയില്ല ഗൈസ്. ഇപ്പം എന്തായാലും അമ്മച്ചി വരും. ആ സമയത്ത് നമുക്ക് നേരെ ഓടിച്ചെന്ന് ആ മണ്ടക്കത്തെ അവിടെ ആയിട്ട് കയറാൻ നോക്കാം ഗൈസ്. അവർ താഴോട്ട് പോയില്ലേ? അവർ പോയെന്ന് തോന്നുന്നു. നമുക്ക് നേരെ സ്കൂട്ടായാലും നമുക്ക് ഇതൊക്കെ ഇതുവഴി കുനിഞ്ഞു പോകും. അവരിങ്ങോട്ടും കണ്ടാ പണി കിട്ടും. അവർ തന്നെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഇങ്ങോട്ടും എല്ലാം പോയി ഇങ്ങോട്ടൊന്ന് ചെന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്ത് വയസ്സ് ഇവിടെ ആയിട്ട് എന്തോ ഒരു ലിവർ എന്തത് അവിടെ എന്തോ എൻ്റെ മോനെ എന്തോ ഗൈസ് അമ്മച്ചി അവളെ പിടിക്കാൻ വന്നതല്ല. ഇവിടെ സംഭവം ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ ആരെയോ അത് കെട്ടിയിട്ടേക്കും എന്തോ കണ്ടായിരുന്നു. നമ്മളെന്തായാലും ഇവിടെ കയറി വിളിച്ചിട്ടുണ്ട്. എന്തോ ഗൈസ് ഇവിടെയൊക്കെ എന്തൊക്കെ നമ്മൾ പുതിയ എന്തൊക്കെ സ്ഥലമൊക്കെ ഒരു ഡോർ ഒരു ലിവറിൻ്റെ അകത്ത് നമ്മൾ പിടിച്ച് തിരിച്ചപ്പം എന്തോ ടെഡി എന്തോ ഷോർട്ട് ഗൺ പാർട്ട് ഗൈസ്. ഷോർട്ട് ഗൺ പാർട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു വെപ്പൺ കിട്ടിയിട്ടുണ്ടല്ല തന്നെ ഗൈസ്. ആരും ഏതോ ഒരു അമ്മച്ചിയെ പിടിച്ചവർ പൂട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മൾ അവരെ രക്ഷിക്കണമെന്ന് തോന്നുന്നു. എൻ്റെ മോനെ ഗൈസ് നമ്മൾ തന്നെ ഇവിടെ പെട്ടിരിക്കും. അപ്പം അവനെ രക്ഷിക്കാനാ മുട്ടം കട്ട സീനാ ഗൈസ്. എൻ്റെ മോനെ ഗൈസ് അമ്മച്ചി പുറകിൽ ഇതുവരെ പോകുന്നത്. ഇപ്പം റിസ്ക്കാ. നമുക്ക് ഇവിടെ ചെറിയൊരു വെൻ്റ് ഉണ്ട്. അതിൻ്റെ അകത്തോട്ട് കയറാം. ഓക്കെ ഇതെന്ത് ഇവിടെ ഇട്ട് പിന്നെ ബാക്ക് എന്തായാലും ഈ ശബ്ദം കേട്ട് ഇപ്പം അവർ വരും. ആ സമയം കൊണ്ട് നമുക്ക് ആ അമ്മച്ചി ആരാൻ ചെന്ന് നോക്കിയാലോ? അല്ലെ വേണ്ട ഗൈസ് ചിലപ്പോൾ നമ്മളെ പിടിക്കാനായിരുന്നു എന്തെങ്കിലും ട്രാപ്പാണല്ലോ. വേണ്ട ഗൈസ് നമുക്ക് ഫസ്റ്റ് ഈ അമ്മച്ചി ഉറക്കിയിട്ട് വെപ്പണും കൊണ്ട് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പം പിന്നെ നമുക്ക് പേടിയൊന്നുമില്ല ഗൈസ്. നമുക്ക് വെപ്പണും കൊണ്ട് അങ്ങോട്ട് പോകാം. എന്ത് ഇവിടെയായിട്ടൊന്നും കാണുന്നില്ല. അവരെന്താ ഇവരായിട്ട് വന്നില്ലേ? ശബ്ദം കേട്ട് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം ആയല്ലോ. കാണാനില്ല ഗൈസ്. എവിടെ പോയി ഗൈസ് അവര്? അമ്മച്ചി വാ അമ്മച്ചി. അമ്മച്ചിയുടെ മോൻ തള്ളിയിട്ടിട്ട് നിൽക്കുന്നു. അയ്യോ ശബ്ദം ഉണ്ടാക്കിയിട്ട് നിൽക്കുന്നു. വേഗം ഇങ്ങോട്ട് വാ. ചേട്ടാ വരുന്നില്ല ഗൈസ്. നമുക്ക് നൈസായിട്ട് സ്കൂട്ടായാലും ഇവിടെ വേണ്ട ഗൈസ്. നമ്മളിപ്പോൾ സ്കൂട്ടാകാൻ പോകുമ്പോൾ നമ്മൾ അവരുടെ നേരെ മുന്നിലോട്ട് ചെന്ന് പെടും. അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി ഗൈസ്. നമ്മൾ മെയിലാണ് ഗൈസ്. പിന്നെ പുറകുവശത്ത് നോക്കാം അമ്മച്ചി ഇവിടെ എല്ലാം ഉണ്ട്. എന്തോ ഗൈസ് വേണ്ട ഇനി അണ്ടർഗ്രൗണ്ടൊക്കെ ഇനിയുണ്ട്. എന്തോ കാറ് ഗൈസ്. കാർ എസ്കേപ്പിനുള്ള കാറ്. ഷോർട്ട് ഗൺ പാർട്ട് ഗൈസ്. നമ്മൾ 3 ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് കണ്ടിട്ടുണ്ട് ഗൈസ്. എന്തോ ഗൈസ് ഇവിടെ നമ്മൾ ഷോർട്ട് ഗൺ ഫിക്സ് ആക്കണം ഗൈസ്. ഗൈസ് 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 എന്തോ ഗൈസ് തോന്നിട്ടല്ലോ ഗൈസ്. എന്തോ ഈ ഒന്ന് ഗൈസ് ഇവിടെ നമുക്ക് അമ്മച്ചിയെ പിടിച്ചിട്ട് ട്രാപ്പാക്കാമെന്ന് തോന്നുന്നു ഗൈസ്. അമ്മച്ചി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് കാറിൻ്റെ അകത്തൊക്കെ വന്ന് വിളിക്കാൻ കഴിയും ഗൈസ്. വരുന്നുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. നമ്മളതിനൊന്നും കണ്ടുപിടിച്ചില്ല. കാർ ഗൈസ് നമ്മളൊരു ഗ്യാസിലേയും കണ്ട് ഗൈസ്. ഇപ്പം എനിക്ക് കളിനേഷൊക്കെ പിടിയിട്ട് ഗൈസ് ഗ്യാസിലേയും കൊണ്ടിട്ട് നമ്മൾ കാർ പിടിക്കണം. എന്നാലും കാർ എസ്കേപ്പിന് പിന്നെ നമുക്ക് ഡോർ എസ്കേപ്പിന് ചെയിൻ കട്ടർ വേണം. പിന്നെ എന്തോ ഒരു പാഡ്ലോക്ക് വേണം. ഹാമർ വേണം. ഹാമർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് ശ്രമിച്ച് നോക്കണം. അവരെ കാണാനില്ല ഗൈസ്. അവർ വരത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ അവരെ കാണാമല്ലോ ഗൈസ്. നമുക്ക് തൽക്കാലം പോയാലോ എടുത്ത് അത് നമ്മൾ പോകാൻ നേരത്തെ അവർ നമ്മുടെ ബൂട്ടിലോട്ട് വന്ന് കയറും ഗൈസ്. അതാ നമ്മൾ എന്താ ഗൈസ് ഇതുവരെയായിട്ട് കാണാനില്ലല്ലോ അവരെ. ഇതുവഴി നോക്കിയാൽ നമുക്ക് അവർ സ്റ്റെപ്പ് ചെയ്ത് നടന്നു വരുന്നതൊക്കെ കാണാൻ കഴിയും ഗൈസ്. ഇതുവരെയായിട്ട് അവരെ കാണാനില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ പോയാലോ ഗൈസ്? അത് കാണില്ലേ? അല്ല അവർ നമ്മൾ കണ്ടില്ല. നമുക്ക് ഇവിടുന്ന് പോകാം. നമ്മൾ ഒത്തിരി നേരമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നതായി ഗൈസ്. എനിക്ക് പേടി ഗൈസ്. ഇനി ഒരു ലൈഫും കൂടെ ഉള്ളൂ കളയാൻ. ഒരു ലൈഫും കൂടെ ഉള്ളൂ പോകാൻ. കളയാനില്ല. അയ്യോ താഴെ വീട് സൗണ്ട് ആയിട്ട് ഇങ്ങോട്ട് വരും. അയ്യോ ഗൈസ് എന്താ ഇങ്ങനെയൊക്കെ പണി ഉണ്ടായിരുന്നു. നമ്മളൊന്നും മുമ്പിക്കാം. ഇതുകൊണ്ട് ഗൈസ് അവരോടൊന്നും നോക്കിയ കണ്ടില്ല. പിന്നെ ചുമ്മാതെ പുളു അടിക്കില്ലേ. അയ്യോ ഗൈസ്
മുട്ടം കണ്ട സീനൊക്കെ ഗൈസ്. ഇവിടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആകാം ഗൈസ്. ഗൈസ് നമ്മൾ എന്തായാലും ഇങ്ങോട്ടും തോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗൈസ്. ഗൈസ് അമ്മാതിരി സീന്. നമ്മളെങ്ങനെ എസ്കേപ്പ് ആകാനേ ഇവരുടെ വീട്ടിൽ നിന്ന്. ഇത് പോയോ? പോയി കാണും. ഇത് ഇറങ്ങിയാലോ ഒരു 5 സെക്കൻഡ് കൂടി ഇവിടെ ഇരുന്നിട്ട് പോകാം ഗൈസ്. 5 സെക്കൻഡ്. ഓക്കെ ഗൈസ്, അവർ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇനി ഇവിടെ ആയിട്ടൊന്നൊക്കെ വേണ്ട ഗൈസ്. ഈ പാർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഗൈസ്. ഒരു പാർട്ടാണ് നമ്മുടെ മറ്റേ കാക്കയുടെ അവിടെ ഇരിപ്പുണ്ട്. ഒരു പാർട്ടാണെങ്കിൽ നമ്മുടെ എന്തുവാ നമുക്കൊന്ന് വെപ്പം കിട്ടി അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. വേണ്ട, അവരവിടെ ബിയർ ട്രാപ്പ് ഇട്ട് വെച്ചേക്കുന്നു. പക്ഷേ നമ്മൾ നേരത്തെ ഒരു ട്രാപ്പിൽ പെട്ടുപോയതാണ്. പക്ഷെ അവർ നമ്മളെ പിടിച്ചില്ല. തൊട്ട് പുറകെ ഗൈസ്. ഞാൻ തിരിഞ്ഞു നോക്കിയായിരുന്നേ പെട്ടു. ഇനി നമുക്ക് ഈ വെന്റ് വഴി ഒന്ന് അങ്ങോട്ട് കയറി നോക്കാം. ഇവിടെ ആയിട്ട് താഴെ ഗൈസ്. ശബ്ദമൊക്കെ ഇട്ട് വരും. വേഗം ഓടിച്ചോ. അയ്യോ ഗൈസ്, വേഗം ഓടിച്ചു. പക്ഷേ അതൊന്നും വരുന്നില്ല. അവിടെ എന്തോ ഒരു കളിയുണ്ട് ഗൈസ്. അങ്ങോട്ട് ഹാൻഡ് വെച്ചപ്പോൾ ഹാൻഡിൻ്റെ ചിഹ്നം കാണിച്ചായിരുന്നു. അവിടെ എന്തോ ഒരു കളിയുണ്ട്. ഇവിടെ എന്തോ 3 കുത്തൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും കൊണ്ട് വെക്കണമായിരിക്കും. അയ്യോ, ഇത് നമ്മൾ തട്ടിയിട്ട് വഴിയുള്ള എല്ലാം തട്ടിയിട്ട് പോവാം. അത് കുഴപ്പമില്ല. ഇവിടെ ആയിട്ട് നമുക്ക് ഇതിരിപ്പുണ്ട്. എന്തുവാ നമ്മളെ വെപ്പൺ ഇരിപ്പുണ്ട്. അത് വെച്ച് അവർക്ക് നമുക്ക് പരിപ്പൂടൻ ചായ കൊടുക്കാം. നമുക്ക് ഫ്രീസ് ട്രാപ്പ് എടുക്കാൻ അവർക്കിട്ട് പണി കൊടുക്കാൻ നോക്കാം. ഡ്രോപ്പ്. അയ്യോ പായലും പൂപ്പല് വെന്ത കൊള്ളമായല്ലോ. സ്ഥിരമായിട്ട് ഫ്രീസ് മാറിയിട്ടില്ല ഗൈസ്. മാറി അമ്മച്ചി കിട്ടി പമ്പോട്ട് ഗൈസ്. നമുക്കിട്ടാണ് ഗൈസ്. ഗൈസ് വീണല്ലേ ഗൈസ്? നമ്മൾ കണ്ടില്ല ഗൈസ് വീണില്ലെന്ന്. ക്രോസ് ബോയും ആമോയും എടുത്ത് പിടിച്ച നേരത്തെ നമ്മൾ ഇവിടെയാണ് ഗൈസ് ഗ്ലിച്ചായി പോയത്. നമ്മൾ കണ്ട് ഇങ്ങോട്ടൊക്കെ അമ്മച്ചിക്ക് കയറാൻ കഴിയും. നമ്മളത് കയറാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ചു അവിടെ ആയിരുന്നു. അവിടെയാണ് നമ്മളെ ഗ്ലിച്ചാക്കി വിട്ട്. ആരെ കാണാൻ അവിടെ എന്തോ അമ്മച്ചി മുട്ട് കുറച്ചുകൂടെ നീങ്ങിയാലേ പെട്ടായി പോയായിരുന്നു ഗൈസ്. നമ്മൾ വന്നപ്പോൾ നമ്മളെ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ അവർ ഐസിന് വിട്ടുപോയി ഗൈസ്. പാവം അമ്മച്ചി 3 കഷ്ണമായിപ്പോയി ഗൈസ്. ഇവിടെയൊക്കെ നമുക്ക് വേഗം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഒരു കാറിൻ്റെ അവിടെ നമ്മൾ കണ്ടുപിടിച്ചു പുതിയതായിട്ട്. പിന്നെ ഒരു അമ്മ കണ്ടുപിടിച്ച അവിടെ നമുക്ക് ഇതുകൊണ്ട് പോകണമെന്ന് തോന്നുന്നു. നമുക്ക് അതുകൊണ്ട് അവിടോട്ടൊന്ന് പോയാലോ നോക്കാം ഗൈസ്. അങ്ങോട്ട് പോകണോ വേണ്ട നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ കണ്ടോ ഗൈസ്? ഇവിടെ ആയിട്ടൊരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട് ഇവർ. കണ്ടോ അങ്ങോട്ട് അവിടെ ആയിട്ട് ഇത് നൂലവിടെ ഇട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തുവാ ബുക്ക് നമുക്ക് എന്തായാലും അവരുടെ അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. മറ്റേ അമ്മച്ചിയില്ലേ ഗൈസ്? അമ്മച്ചീനെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അമ്മച്ചിയെ അവിടെ എന്തോ ഒരു പണി ചെയ്യുന്നുണ്ട്. നമുക്ക് ഇത് ഗൈസ് ഇതിൻ്റെ അകത്ത് ഷൂ നമ്മൾ ചെയ്തേ ഗൈസ്. അവര് നമ്മള് താഴെയിട്ട് ഗൈസ് നമ്മളെ ബുക്ക് ഇവിടെ കൊണ്ടുവച്ച് ഗൈസ്. നമ്മളെ ബുക്ക് കൊണ്ടുവച്ചപ്പോൾ അവർ താഴെ ഇട്ട് ഗൈസ്. ഈ റിമോട്ട് എന്തിനാണെന്ന് എനിക്കറിയാം. നമ്മളെ താഴെയായിട്ട് അവിടെ ഇട്ടൊരു ചെറിയൊരു ഇതുണ്ട്. അത് തുറക്കണമെങ്കിൽ റിമോട്ട് കൺട്രോൾ എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. ഈ നോക്കണോ ഇപ്പോൾ ഇതിനെ നോക്കി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടണം പക്ഷെ തുറക്കാതെ ഗ്രാജുവേറ്റ് വെച്ച് വരുന്നതിന് വേഗം നോക്ക്. അതൊന്ന് പെപ്പർ സ്പ്രേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ മൂക്കിലോട്ടാണ് തോന്നുന്നത്. ഇവിടെ സ്പ്രേ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് പരീക്ഷിക്കണം ഗൈസ്. അതിന് മുന്നായിട്ട് ഗൈസ് അയ്യോ ഗൈസ് എന്തോ ഗൈസ് നല്ല അമ്മച്ചി ഇപ്പോൾ നമ്മളെ കടിക്കുമെന്ന് തോന്നുന്നു. കണ്ടം വഴി ഓടി ഗൈസ്. എന്തോ ഗൈസ് അവരെന്തോ അവിടെ തുപ്പിയിട്ട് നമുക്ക് അമ്മച്ചി കിട്ടും. പക്ഷെ പണി കൊടുത്തിട്ട് വരാം. അല്ലെ നമ്മൾ അമ്മച്ചിന്ന് വന്ന് പിടിക്കും. എൻ്റെ മോനെ ഗൈസ് ഇതിനകത്ത് സ്പ്രേ പോകുന്ന നോക്കിക്കേ. അതിനകത്ത് നമ്മൾ അമ്മച്ചി എന്തോ തുപ്പിയിട്ട് അവിടെ എൻ്റെ മോനെ കേട്ടോ. അവർ ചത്തുപോയിരുന്നു കേട്ടോ. ഇവിടെ ആയിട്ടൊന്ന് താക്കണം നമുക്ക്. ഇവിടെ എന്തേലുമൊക്കെ കിട്ടാതിരിക്കത്തില്ല. ഒന്ന് കാണാൻ എന്തോ നല്ല രസം. സ്പ്രേ ഇറ്റ്സ് എൻ്റെയോ കൊള്ളാം ഗൈസ്. അപ്പം പരീക്ഷണം നടക്കത്തില്ല ഗൈസ്.
എന്തായാലും നമ്മൾ ഈ പ്രാവശ്യം തോക്കുമെന്നറിയാം. അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും കാണിക്കാൻ വേണ്ടി അടുത്ത വർഷം എല്ലാവരും പരീക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമുക്കൊന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മുടെ ലൈക്ക് 500 ആണ് ഗൈസ്. അപ്പോൾ നമ്മളെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മൾ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കുറവ് ഗൈസ്. എല്ലാവരും കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എല്ലാവരും ഗൈസ് വീഡിയോയിലുള്ള ഇതാണ് ഗൈസ്. എല്ലാവരും വീഡിയോ കാണും, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറവാണ് ഗൈസ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഗെയിംസൊക്കെ സജസ്റ്റ് ചെയ്യാൻ ഞാൻ കളിക്കുന്നതായിരിക്കും ഗൈസ്. ഇത് നമ്മൾ കളിക്കുന്നത് നമ്മുടെ ഫോണിലാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ പി സിയിൽ ഡൗൺലോഡ് ചെയ്യും ഗൈസ്. നമ്മളിനി ഗ്രാനി 2ഉം 3ഉം ഒക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ നമ്മൾ കളിക്കുന്നതായിരിക്കും ഗൈസ്. നമുക്ക് ഇനി ഇതുവഴി ഒന്ന് അകത്തോട്ട് എന്താ പെട്ട് ഗൈസ്. ഇവിടെ ഫുള്ളും ഗ്ലിച്ചാണ്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് താഴോട്ട് പോവാം. ചെന്നിട്ട് നമുക്കിനി മറ്റേ എന്തുവാ ഫ്രീസ് ട്രാപ്പിൻ്റെ അങ്ങോട്ട് പോകും. അവരെ ഒന്നുകൂടെ ഒന്ന് ഫ്രീസ് ട്രാപ്പ് ആക്കാമെന്ന് നോക്കാം ഗൈസ്. അവരെ ഒന്നുകൂടെ ഒന്ന് ഫ്രീസ് ആക്കാമെന്ന് നോക്കാം. നമുക്ക് നേരെ അവരെ ഒന്നുകൂടെ ഒന്ന് ഫ്രീസ് ആക്കാം ഗൈസ്. വെപ്പണേക്കാളും നല്ല അതാണ് തോന്നുന്നു ഗൈസ്. അതാകുമ്പോൾ ഗൈസ് എല്ലാം ഒരുമാതിരി രീതിയിലൊക്കെ തന്നെയാണ് ഗൈസ്. ഷോർട്ട് കട്ട് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ നേരം അവർ ഫ്രീസ് ആവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് വരുന്നുണ്ട് നമ്മൾ പെട്ടുപോകും ഗൈസ്. ഓക്കെ, അവിടെ നിൽക്കുക. എന്തായാലും അവരിപ്പം കൊണ്ട് വരും. ഓക്കെ, അവരെങ്ങനെയാണ് ഫ്രീസ് ആകുന്നതെന്ന് നേരിട്ട് കാണാം. കോകുവീലും കൂടെ എടുത്ത് നമുക്ക് ഒട്ടിപ്പിടിക്കും. ഇവിടെ ശബ്ദം ഉണ്ടാക്കുന്നത് കോകുവീലും കൂടെ ഇട്ട് അമ്മച്ചി അയ്യോ അതെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റക്കായി. കോകുവീലും കൂടെ താഴെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ശബ്ദം കേട്ട് എന്തായാലും അവരിപ്പം കൊണ്ട് വരും. നമ്മൾ 2-3 വട്ടം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രീസ് ആകുന്നത്. ഫോർ 2 minutes. കൊള്ളാം ഗൈസ്. ഗൈസ് നമ്മളിതിൻ്റെ ചവിട്ടിയാണ് പ്രശ്നമില്ല ഗൈസ്. അതിൻ്റെ അകത്ത് ഒരു വട്ടമേ നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട പ്രശ്നമാകത്തുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമാകത്തില്ല. ഇനി ഇതിൻ്റെ ഇനി നമുക്കിത് ഇവിടെ ഒന്നുകൂടെ ഇട്ടിട്ട് പോകണം. അവിടെ ഒന്നുകൂടെ ഇട്ടേക്കാം ഗൈസ്. അയ്യോ നമുക്ക് പണ്ടേ കൊണ്ടുപോകണ്ടേ. പക്ഷേ അയ്യോ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഫ്രീസ് ആകാതെ നമുക്ക് പണ്ടക്കൊണ്ട് പോകാൻ കഴിയത്തില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇതുവഴി പോകാൻ തോന്നുന്നു. ഇതുവഴി നമുക്ക് പോകാമോ? കഴിയത്തില്ല. അതുവഴി നമുക്ക് പോകാൻ കഴിയത്തില്ല. നമുക്ക് എന്തായാലും മറ്റു വഴിയേ പോകാൻ കഴിയത്തുള്ളൂ. ഇവിടെ വല്ല ഏടി വല്ലതും കയറി പോയിരുന്നു. അപ്പം നമ്മളതിന് അതിൻ്റെ അകത്ത് ചത്താല അതിൻ്റെ അകത്ത് ഫ്രീസ് ആയാലും നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയത്തുള്ളെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തായാലും പോകാം. പോകാതെ വേറെ വഴിയില്ല ഗൈസ്. നമ്മളിവിടെ പെട്ടുപോകും ഗൈസ്. അമ്മച്ചി എണ്ണിച്ചിനി വരുന്നേരം വരെ ഇവിടെ കുത്തിയിരിക്കണം. നമുക്ക് എന്തെങ്കിലും ആ സെക്കൻഡ് ആ നേരം കൊണ്ട് കണ്ടുപിടിക്കാം. ഇതെന്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോകുക ഗൈസ്. എന്താണെന്ന് എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഇത് സ്റ്റക്കാകുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ക്രോസ് ആക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ഇതിൻ്റെ അകത്ത് ചവിട്ടുകൊണ്ട് നമ്മൾ എന്തായാലും ഫ്രീസ് ആകുമെന്ന് ഉറപ്പം. നമ്മളിനി എന്തെങ്കിലും സാധനം കൊണ്ട് ഇതിൻ്റെ അകത്തിട്ട് അല്ല എന്തെങ്കിലും ചെയ്യണം ഗൈസ്. നമുക്ക് വെപ്പൺ ഉണ്ടായിരുന്നു, അത് വെച്ച് ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് പിടിപ്പിക്കായിരുന്നു. ഇതിൻ്റെ അകത്തൊന്നും ഒന്നുമില്ല ഗൈസ്. ഇതിങ്ങനെ ഇതാണ് ഗൈസ്. നമ്മൾ നേരത്തെ ഗ്ലിച്ചായി പോയത്. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ റൂട്ട് എന്തൊക്കെയൊക്കെ കാണാൻ കഴിഞ്ഞു ഗൈസ്. ഇതിങ്ങനെ ഒന്നുമല്ല ഗൈസ്, ഇതിലും വലിയ ഉണ്ട് ഗൈസ്. ഇങ്ങനെ പൂപ്പിലൊക്കെ പിടിച്ച് കിടക്കുന്നത്. അപ്പം ഗൈസ് എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതിൻ്റെ റൂട്ടൊക്കെ എനിക്കൊന്നും ഇതിനായിട്ട് മനസ്സിലായിട്ടില്ല ഗൈസ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമുക്ക് ഇനിയാണെങ്കിൽ മറ്റേ അവിടെ ആയിട്ട് ഒരു സ്പൈഡർ കിയോ കണ്ട് മറ്റേ അമ്മച്ചി ഛർദ്ദിച്ചിട്ടുണ്ട് ഗൈസ്. അതെടുത്തോണ്ട് നമുക്ക് പോകണം. അതെവിടെയാണെന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് മോനെ ഗൈസ് വേണ്ടേ, നമുക്ക് കയ്യിലെടുത്ത് പിടിക്കാവുന്നതേ ഉള്ളായിരുന്നു. നമുക്ക് ഒന്നുകൂടെ അമ്മച്ചിക്ക് ഇട്ട് പണി കൊടുക്കാം. എന്തായാലും അമ്മച്ചി കൊണ്ട് വരട്ടെ. അപ്പോൾ എന്തായാലും ക്ഷമിക്കും, കാരണം അമ്മച്ചി എന്തായാലും എണ്ണിക്കാനുള്ള സമയം കഴിഞ്ഞ് 4-5 മിനിറ്റ് ആയി ഗൈസ്. എന്തായാലും ഇപ്പോൾ അവരിങ്ങോട്ട് വരും. അപ്പോൾ ഗൈസ് നമ്മൾ ഡെഡാവും ഗൈസ്. നമുക്ക് അതിന് മുന്നേ മണ്ടക്കോട്ടിട്ട സ്പൈഡർ കീയും മറ്റേ നമ്മൾ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നല്ലോ ഗൈസ്. അതും അവിടെ ഉണ്ടെന്ന് നമ്മൾ നോക്കണം. നമുക്ക് ഒന്നുകൂടെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ പ്രാവശ്യം എന്തായാലും വരും ഗൈസ്. ഈ പ്രാവശ്യം എന്തായാലും വരും. നമുക്ക് ഇവരൊന്ന് പെടുത്തിട്ട് അല്ലേ നമ്മളെ പുറകിൽ നിന്ന് ഒന്ന് അടിച്ചിടും ഗൈസ്. അല്ലേ ശരിയാത്തില്ല ഗൈസ്. ഇതിൻ്റെ മ്യൂസിക് ഗൈസ്, നമ്മൾ മ്യൂസിക് ഇട്ടതാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് മ്യൂസിക് വരുന്നില്ല. അത് നമുക്ക് എന്തോ സെറ്റിങ്സ് ചെയ്ത് കളി കേട്ട് എനിക്ക് നോക്കണം ഗൈസ്. എന്താണെന്ന് ഞാൻ നോക്കും ഗൈസ്. നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും മ്യൂസിക് ഇതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും ഗൈസ്. എനിക്കിതങ്ങനെ കളിക്കേണ്ടതൊന്നും വലിയൊരു പിടിയില്ല ഗൈസ്. നമുക്കിത് ഒന്നുകൂടെ എടുത്ത് എന്തായാലും ഇടാം ഗൈസ്. അമ്മച്ചി വരട്ടെ. താഴോട്ട്
ഗായ്സ് അമ്മച്ചി പിടിച്ചു ഗൈസ് നമ്മളെ സന്തു ഗൈസ് ഷടാ നമ്മളെല്ലാം പോയി ഗൈസ് നമുക്ക് ഇതിൻ്റെ അകത്ത് മ്യൂസിക് സെറ്റാക്കാത്തൊരു വഴി നടക്കില്ല കാരണം അമ്മച്ചി എവിടെ നിന്നാണ് വരുന്നത് ചിലപ്പോൾ അമ്മച്ചി വരുമ്പോൾ ഇതിൻ്റെ അകത്ത് മ്യൂസിക് ഇടും ഗൈസ് ആ ലാസ്റ്റ് ഡേ ആണ് ഗൈസ് നമ്മൾ എന്തായാലും ഈ പ്രാവശ്യം തോക്കും ഗൈസ് അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും പരമാവധി ജയിക്കാൻ ശ്രമിക്കും ഗൈസ് നമ്മൾ എന്തായാലും ചെയ്യും ഈ പ്രാവശ്യം നമ്മൾ അമ്മച്ചിയെ മാടിയൊന്നും വിളിക്കാനൊന്നും പോകുന്നില്ല ഗൈസ് നമ്മളിനി തീ കളി കളിക്കാൻ പോകണം ഗൈസ് ഇത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഇത് നമുക്ക് നോക്കുമേ ഇല്ല എല്ലാമേ പോച്ച് ഗൈസ് എന്തായാലും മണ്ടക്കോട്ടി നമ്മൾ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാൻ കഴിയുമെന്ന് നോക്കട്ടെ ഗൈസ് നമ്മൾ നല്ല തീ കളിക്കാൻ പോകുന്നത് ഇവിടുന്ന് മിക്ക ബാറും നമുക്ക് നമ്മുടെ വെപ്പണോ ഫ്രീസ് ട്രാപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടും ഫസ്റ്റ് നമ്മൾ ഇതെടുത്ത് കൈ പിടിക്കട്ടെ എന്നിട്ട് അമ്മച്ചിക്കിട്ട് പണി കൊടുക്കണം അതിന് മുന്നേ ഇതിവിടെ ഇതാക്കട്ടെ നമുക്ക് കഴിഞ്ഞിട്ട് വെപ്പം കണ്ടുപിടിക്കണം വേഗം ഫാസ്റ്റ് 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 അമ്മച്ചി ഇങ്ങോട്ട് വേഗം ഒന്ന് വന്നേ ഇവിടെ നമ്മളെവിടെ വെപ്പം ഇട്ട് നമ്മൾ മറന്നുപോയി അത് നമുക്ക് കണ്ടുപിടിക്കാം വാ ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും എൻ്റെ അറ്റത്ത് നിൽക്കാൻ പോകുന്നില്ല അമ്മച്ചിക്ക് നമ്മളെ സൈഡിൽ നിന്ന് ഒന്ന് പിടിക്കാൻ കഴിയും നമ്മളങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ച് പഠിക്കുന്നുണ്ട് ഗൈസ് അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും പരമാവധി ജയിക്കും ഗൈസ് പരമാവധി ജയിക്കാൻ ശ്രമിക്കും ഗൈസ് എനിക്കറിയത്തില്ല കാരണം അത് മുടിഞ്ഞ ടഫാവുക ഇത് ഇത്രയും ടഫ് എൻ്റെ തല പൊട്ടുന്നു ഗൈസ് അമ്മാതിരി ഈ സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എൻ്റെ മോനെ ബാ 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 അങ്ങനെ കിടന്ന് വിറച്ച് ചെയ്യാം അമ്മച്ചി ചിലപ്പോൾ നമുക്ക് നമ്മുടെ വെപ്പം കണ്ടുപിടിക്കണം എന്തായാലും നമ്മൾ ഏട്ടൻ നോക്കി ഇനി നമ്മൾ തീ കളി വയസ്സ് കളിക്കാൻ പോകണം അമ്മച്ചി നമ്മൾ കൊന്നിട്ടുണ്ട് എന്തായാലും ഇനി നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല നമ്മൾ നേരെ എന്തായാലും പറപ്പിച്ച് അടിച്ച് പോകും നമുക്ക് ഉള്ള ലൈഫ് വെച്ച് ഇനി നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഉള്ള ലൈഫ് വെച്ച് നമുക്ക് കളിക്കാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിച്ച് തീർക്കും വെച്ചാൽ നമുക്ക് ഹാമർ കണ്ടുപിടിക്കണം ഹാമർ കണ്ടുപിടിച്ചിട്ട് മണ്ടക്കത്തിൽ തുറക്കണം പാഡ്ലോക്ക് കണ്ടുപിടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ് നമുക്ക് ആ ഇത് വെച്ച് വെപ്പം വെച്ച് മറ്റേ മണ്ടയ്ക്ക് എന്തോ ഒരു സംഭവം ഉണ്ട് അത് കഴിച്ച് നമുക്ക് തള്ളിയിടായിരുന്നു വെപ്പണും കാണാനില്ല കഴിച്ച് ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ കഴിച്ച് നമ്മൾ നേരെ എന്തായാലും ഓക്കെ അതാണ് ഇവിടെ ആയിട്ട് ചെയിൻ കട്ടർ ഉണ്ട് കഴിച്ച് നമ്മൾ അവിടെ ആയിട്ട് നമ്മൾ നോക്കിയപ്പോൾ അവിടെ ആയിട്ട് എന്തോ കട്ട് ചെയ്യാനുണ്ട് അതും കൂടെ കട്ട് ചെയ്യണം നമ്മളിനി ഈ മരണമാസം കളിയായിരിക്കും കഴിച്ച് കളിക്കാൻ പോകണം നിങ്ങളെല്ലാവരും നോക്കിക്കോ അവിടെ ആയിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യണ്ട ഇവിടെ കണ്ടോ ഇവിടെ ഇപ്പോൾ നോക്കിയോളാം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് 4 സെൻറ്റ് നോക്കിയപ്പോൾ അതിൻ്റെ അരിയുടെ കട്ടിംഗ് പ്ലെയർ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഇത് കാര്യം ഓർത്തത് ഗൈസ് ഇനി നമുക്ക് നേരെ ഇതിൻ്റെ അകത്തോട്ട് പോവാം ഓ എന്ത് പറ്റുക ഗൈസ് നമുക്ക് ശരിക്കൊരു ഐഡിയ ഇല്ല നമുക്ക് എന്ത് പറ്റുമെന്ന് അമ്മച്ചി എന്തായാലും ഇവിടെ വന്നിട്ടില്ല എടാ അമ്മച്ചിയല്ലേ എന്ത് പറ്റും എനിക്കൊരു ഐഡിയ ഇല്ല ഹാമർ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഇതേതാ റൂം ഏതാ സ്ഥലം അതുകൊണ്ട് ഗൈസ് അവര് നമ്മളെ തള്ളിയിട്ട് കൊല്ലാൻ പോകാൻ തോന്നുന്നു ഗൈസ് ഗൈസ് ഗെയിം ഓവർ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ് നമ്മൾ എന്തായാലും അടുത്ത പ്രാവശ്യം ജയിക്കുന്നതായിരിക്കും ഗൈസ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ സീ യു in the next